ശബരിമലയിൽ മകരവിളക്ക് ഉത്സവം നാളെയാണ് വൈകിട്ട് 6:40 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാൻ കഴിയും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരും ഡാൻ കുര്യനും ചേരുകയാണ്. ആദ്യം സജീവിലേക്ക് പോവുകയാണ്. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. നാളെയാണ് മകരവിളക്ക്. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ DGP അടക്കം അവിടെ എത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. രഞ്ജിനിക്ക് അവിടുന്ന് ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി വന്ന ആളുകൾ ഇവിടെ തങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം അവർക്കെല്ലാം സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ DGP എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ദർശനം നടത്തി കഴിഞ്ഞ ആളുകളുടെ എണ്ണം 53,000 എന്ന രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വൈകുന്നേരം തൊട്ട് വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലിലും എല്ലാം തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പന്തൽ ഒക്കെ ഒഴിഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു. വീണ്ടും തിരക്കുകൾ വന്നിരിക്കുന്നു. ആ സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇന്നും നാളെയുമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആളുകൾ കൂടുതലായി എത്തും എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒപ്പം ഡാൻ കുര്യനുണ്ട്. ഡാൻ കുര്യൻ കഴിഞ്ഞ തവണ മകരവിളക്ക് ഉത്സവം കവർ ചെയ്ത ആളാണ്. ഡാൻ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഇത്തവണ? വ്യത്യാസം തിരക്കിന്റെ കാര്യത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം തൊട്ട് തലേ ദിവസം മാത്രമാണ് വലിയ തരത്തിലുള്ള തിരക്ക്, ഈ പർണശാലകൾ കെട്ടിയുള്ള തിരക്ക് വലിയ തരത്തിലുണ്ടായതായി തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നമ്മൾ വരുന്ന വഴികളിലെല്ലാം ഈ സ്ത്രീകളും കൊച്ചുകുഞ്ഞുങ്ങളും മാളികപ്പുറങ്ങളും അടക്കം ഒരുപാട് ആളുകൾ ഇന്നലെ മുതൽ തന്നെ, അതായത് മകരവിളക്ക് ദർശനം സുഗമമായി നടത്തണമെന്ന ആഗ്രഹത്തോടെ ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ പൊങ്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ ഇവിടേക്ക് മകരവിളക്ക് ദർശനം തേടി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഉള്ള തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1000 ഉദ്യോഗസ്ഥരെ അധികമായി ഈ വ്യൂ പോയിന്റുകളിൽ നിയോഗിക്കുന്ന തരത്തിലേക്ക് അവരുടെ ക്രമീകരണങ്ങൾ മാറിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട, അതായത് മകരജ്യോതി ദർശനം അല്ലെങ്കിൽ മകരവിളക്ക് ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട സന്നിധാനത്തിന് സാധ്യമാകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഒരുപക്ഷെ ഒരു സെലക്ടഡ് ആയിട്ടുള്ള, അതായത് കൃത്യമായി നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ VIP ഒഴിച്ചാൽ മറ്റുള്ളവർ വളരെ സെലക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. കാരണം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും സന്നിധാനത്ത് നടക്കുക. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളാണ്. അതായത് എവിടെയൊക്കെ ഈ ദർശനം സാധ്യമാകും അത് കൃത്യമായി നമ്മൾ ഭക്തരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് 10 വ്യൂ പോയിന്റുകളാണ് എന്നാണ്. 10 വ്യൂ പോയിന്റുകളാണ്. അതായത് അവിടെ തന്നെ അപ്പാച്ചിമേട്, പാണ്ടിത്താവളം, അതിനു പുറമെ ഇവിടെ പ്രധാനപ്പെട്ട സന്നിധാനം കഴിഞ്ഞാൽ അപ്പാച്ചിമേട്ടിലും പാണ്ടിത്താവളത്തുമായിരിക്കും ഏറ്റവും കൂടുതൽ ഭക്തർ ഉണ്ടാകുക. അവിടെ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ പർണശാലകൾ കെട്ടി അവർ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മകര വിളക്ക് ദർശനം അത് സാധ്യമായി സുഗമമായ ദർശനത്തിന് ശേഷം അയ്യനെ തൊഴുത് ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി സമാനമായ രീതിയിൽ പുല്ലുമേട് അടക്കം പ്രധാനപ്പെട്ട മറ്റ് വ്യൂ പോയിന്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സജീവ് തന്നെ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലാ കലക്ടർ പറയുകയുണ്ടായി. അതായത് 3 വ്യൂ പോയിന്റുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത് പ്രധാനമായും. അതിനൊപ്പം മറ്റ് ചെറിയ വ്യൂ പോയിന്റുകളുമുണ്ട്. അതിൽ പ്രധാനം പരുന്തുംപാറയും പുല്ലുമേടുമാണ്. പുല്ലുമേട്ടിലെല്ലാം തന്നെ ആളുകളെ, അതായത് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാട്ടിനകത്താണ്. കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ആളുകൾ അവിടെ എത്തുന്നത്. കാൽനടയായി വരുന്ന ആളുകൾക്ക് എത്രത്തോളം അവിടെ സുരക്ഷിതമാക്കി വെക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആന ഇറങ്ങുന്ന മേഖലയാണ്. അത്തരം സ്ഥലങ്ങളിൽ ആന ഇറങ്ങുന്നു. മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകിച്ചും ഇത്തരം സമയങ്ങളിൽ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും കൂട്ടം ആളുകൾ വരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്ര വന്യമൃഗ ആക്രമണങ്ങളോ ഒന്നും നമ്മുടെ ചരിത്രത്തിൽ കേൾവിയില്ലാത്തതാണ്, അല്ലെ? അവർ ഈ ഒരു ഹൈ സെക്യൂരിറ്റി ഒരു സോണായിട്ട് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടേക്ക് ഈ മകരജ്യോതി തെളിയുന്ന സമയത്ത് ആളുകൾ കൂടുതലായി എത്തുന്ന അല്ലെങ്കിൽ ഭക്തർ അവിടെ കൂടുതലായി തമ്പടിക്കുന്നത് അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
അവിടെ നിന്ന് മടങ്ങി പോകുന്നത് വരെയും അവിടെ ആ റിസ്ക് ഫാക്ടർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടേക്ക് അടുക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും മനോഹരമായി മകരജ്യോതി ദർശിക്കാൻ, ഏറ്റവും സുഗമമായി സുന്ദരമായി മകരജ്യോതി ദർശിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പുല്ലുമേട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും അധികം ആളുകൾ അവിടെ എത്തുകയും ചെയ്തത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഇന്ന് വേണ്ട 50,000 പേരാണ് സ്പോട്ട് ബുക്കിംഗിൽ വഴി സന്നിധാനത്തേക്ക് ഈ ദർശനം തേടി എത്തുന്നത്. നാളെ അത് 40,000 ചുരുക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ 2 ദിവസങ്ങളിൽ കൃത്യമായി, അതായത് കഴിഞ്ഞ ആഴ്ച 80,000-ഉം 1,00,000-നും മുകളിലേക്ക് പോയ ഭക്തജന തിരക്കാണ് കൃത്യമായി നിയന്ത്രിച്ച് 50,000-ലേക്ക് 40,000-ലേക്ക് എത്തിയത്. ഇവിടെ ഈ കൃത്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടോ? സന്നിധാനത്തും സോപാനത്തും അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ മാളികപ്പുറത്തൊക്കെ ആയിട്ട് എത്ര പേർക്ക് തങ്ങാം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കണക്ക് നമുക്ക് ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കണക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേര് വരെ ഈ സന്നിധാനത്തും പരിസരത്തുമായി തങ്ങും. അവർ ഇവിടെ തന്നെ തുടരുകയാണ്. ടോട്ടലായി പറയുകയാണെങ്കിൽ നമ്മൾ സന്നിധാനത്തും പരിസരത്തും പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ചേർത്ത് ഒരു 5 ലക്ഷത്തോളം പേരാണ് ആ ദിവസം ഇവിടെ മകരജ്യോതി ദർശിക്കാനായി ഉണ്ടാവുക. ദേവസ്വം ബോർഡ് കണക്ക് പ്രകാരം 5 ലക്ഷത്തോളം പേർ ഈ 10 വ്യൂ പോയിന്റുകളിലായി 10 വ്യൂ പോയിന്റുകളും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയിലും മലയ്ക്ക് താഴെയുമുള്ള വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ ആളുകൾ നിറഞ്ഞിരിക്കും. പമ്പ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ നിറയും. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പമ്പയിലും സന്നിധാനത്തുമായിട്ട് ഏതാണ്ട് 2,500 ഉദ്യോഗസ്ഥർ, അതാണ് അവരുടെ കണക്കല. 5 SP-മാരുടെ നേതൃത്വത്തിലായിരുന്നു മാത്രമാണ് 2,500 ഉദ്യോഗസ്ഥർ. ഓക്കെ, അപ്പോൾ അത് വിപുലമായ ഒരു ക്രമീകരണം. കാരണം കഴിഞ്ഞ തവണയൊക്കെ 1,500 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. സന്നിധാനം SOയുടെ കീഴിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായി അവർ കൃത്യമായി ഈ വ്യൂ പോയിന്റുകളിൽ ഈ ദർശനം നടത്തി അവർക്ക് സുഗമമായി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തിന് വ്യത്യസ്തമായി ഈ ഹെലികോപ്റ്റർ സൗകര്യമൊക്കെ ഏർപ്പെടുത്തുന്നത് അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഈ 6 വർഷങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്തവണയാണ് അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയത്. അതുപോലെ ഈ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാൻ, അതായത് ഒരു എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ആരെയൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ഇടിച്ച് മറ്റു തരത്തിലുള്ള അപകട സാധ്യതകളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത്തരം സാധ്യതകൾ ഒഴിവാക്കണം. കാരണം അനിയന്ത്രിതമായി ആളുകൾ പോകുന്ന സാഹചര്യം മുമ്പൊക്കെ നമ്മൾ ഇവിടെ പറയാറുണ്ട്. ഈ സന്നിധാനത്ത് മുകളിൽ നിൽക്കുന്നത് നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്തുമെന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ഫോഴ്സാണ്, അത്രയും ഫോഴ്സിലാണ് ആളുകൾ പോകുന്നത്. അല്ല, അതിൽ നിന്നൊക്കെ മാറിയാൽ ഇപ്പൊ സജീവൻ ഞാൻ മനസ്സിലാക്കുന്നത് 10 ദിവസത്തിനപ്പുറമായി ഈ ശബരിമലയിൽ. എന്താണ് ഇവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഇത്തവണ ആദ്യം തന്നെ ഞാനിവിടെ എത്തുന്ന മകരവിളക്കുത്സവം തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡ് പറയുന്നത് ഒരുപാട് ആളുകൾ വരരുത്, നിങ്ങൾക്ക് തൊഴാനുള്ള അവസരം 16-ാം തീയതിക്ക് ശേഷമുണ്ട്, മലയാളികളെങ്കിലും മാറി നിൽക്കണം. മകരവിളക്കുത്സവം എന്ന് പറഞ്ഞ് ആ ദിവസത്തേക്കുള്ള തിരക്ക് ഒഴിവാക്കണം എന്ന ഒരു അഭ്യർത്ഥന ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം മകരവിളക്കുത്സവത്തിന് വേണ്ടി മാത്രമായി ആളുകൾ ഇവിടെ തങ്ങുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷേ നമ്മളുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ചും 16 മുതൽ 20 വരെയുള്ള 5 ദിവസങ്ങളിൽ അവർക്ക് ദർശനത്തിന് സാധിക്കും. ഈ മകരവിളക്ക് കാണണം, അല്ലെ മകരജ്യോതി ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണല്ലോ. സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷങ്ങളൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുണ്ടായത്. അപ്പോൾ ഈ വലിയ തിരക്കുണ്ടാകത്തില്ല എന്ന് തന്നെയാണോ വിലയിരുത്തൽ? അതായത് ഈ 50,000 അവരാ പറയുന്ന കണക്ക് പ്രകാരമായിരിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇവര് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ 50,000 നിജപ്പെടുത്തി, ഇന്നത്തെ നാളെ 40,000 നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വെർച്വൽ ക്യൂവിന് അപ്പുറത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് മടക്കി അയക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അല്ല, അത് അവിടെ തന്നെ ഇന്ന് വരുന്ന 50,000 പേരും ഇവിടെ തങ്ങുന്നവരായിരിക്കും. നാളെ വരുന്ന 40,000 പോലെ ഇന്ന് വരുന്ന 50,000 പേര് തങ്ങുന്നവരായിരിക്കും. അപ്പൊ ഏതാണ്ട് ഈ നിലവിലെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇവിടെ ഓൾറെഡി ഇവിടെ കാണും എന്നാണ് അവർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, പാണ്ടിത്താവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ആളുകളാണ് ഉള്ളത്. അവരെല്ലാം തന്നെ നേരത്തെ വന്ന് ഇടം പിടിച്ച ആളുകളാണ്. പല സ്ഥലങ്ങളിലും നിലം തയ്യാറായി നിലമൊരുക്കി അവിടെയെല്ലാം ടെന്റ് കെട്ടി താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2 ലക്ഷം എന്നാണ്, പരമാവധി 2 ലക്ഷം എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്. എന്നാൽ ഇത്തവണ അതിൽ കൂടുതലാകുമോ എന്ന് നമുക്ക് പറയാനാകില്ല. നിലവിൽ പുലിമേടെല്ലാമുള്ള വരവ്, ആളുകളുടെ വരവെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും
2 ലക്ഷത്തിനപ്പുറത്തേക്ക് പോയാൽ ചിലപ്പം ആളുകൾക്ക് തങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരും. എന്നാൽ ഈ മരം നമ്മളെ ഇങ്ങനെ പോച്ചിപ്പോകുന്ന തണുപ്പത്താണ് ഇത്ര അധികം ഭക്തലക്ഷങ്ങൾ ഈ കൊടും വനത്തിനുള്ളിൽ ഇങ്ങനെ ഈ ദർശനം തേടി എത്തുന്നത് എന്ന് തന്നെയാണ് അതിന്റെ ഒരു മനോഹാരിതയും അതിന്റെ ഒരു ഭംഗിയും. അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രജിത്ത് ക്യാമറമാൻ ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകും. ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം ആ ഇലകൾക്കിടയിലൂടെ സന്നിധാനത്തേക്ക് ഒളിച്ചിതറുമ്പോൾ അത് ഒരു ഹനുമാൻ മല എന്ന് പറയുന്ന മലയാണ്. അതിനിപ്പുറത്ത് ഇപ്പോ ദൃശ്യങ്ങൾ കാണാൻ പോകുന്ന ഹനുമാൻ മലയുടെ ഒരു ഭാഗമാണ്. ആ മുകളിലെ ഭാഗം അതിനപ്പുറത്താണ്. അതെ, ആ പുല്ലുമേടിന്റെ ഭാഗങ്ങളാണ് അങ്ങ് നമ്മുടെ ക്യാമറ ലെൻസിന് എത്തുന്നതിന് പരിധികളുണ്ട്. പക്ഷേ പുല്ലുമേടിന്റെ ഭാഗങ്ങളാണ് അവിടെയൊക്കെ നാളെ ഭക്തരെ കൊണ്ട് നിറയും. അതിനും അപ്പുറത്തേക്ക് ഈ മകരജ്യോതി തെളിയുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ മകരജ്യോതി തെളിയുന്നത് പ്രജിത്ത് ക്യാമറയിലേക്ക് ആ സ്ഥലം കാണിക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ കാത്തിരിപ്പ് ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ് നാളെ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതിന് മുകളിലാണ്. അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ്. സൂര്യൻ ആ പ്രദേശത്തിന് മുകളിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ആയിരിക്കും ആ ഒരു വി ഷേപ്പ്, ഏകദേശം ഒരു വി ഷേപ്പ് ഫോം ചെയ്യുന്ന സ്ഥലത്താണ് ഒരു മലഞ്ചെരുവിന്. അതെ. അവിടെയാണ് മകരജ്യോതി തെളിയുന്നത്. നാളെ ഭക്തലക്ഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്ന അനുസ്യൂത നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നത് ആ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പുണ്യ ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ഭക്തലക്ഷങ്ങൾ. തീർച്ചയായിട്ടും അവർക്ക് അത് സുഗമമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ പറയുകയാണ് രഞ്ജിനി. എന്തായാലും നല്ല തോതിലുള്ള ദർശനം, വളരെ സുഗമമായ ദർശനം സാധ്യമാകുന്നു. ആളുകൾക്ക്, ഭക്തലക്ഷങ്ങൾക്ക് ഇവിടെ നിന്ന് സുഗമമായ രീതിയിൽ മകരവിളക്ക് ദർശിക്കാനാകും, മകരജ്യോതി തെളിയുന്നത് കാണാനാകും എന്നാണ് പ്രതീക്ഷ. അതാണ് സജീവ് സി വാര്യരും ഡാൻ കുര്യനും വളരെ വിശദമായി തന്നെ സന്നിധാനത്ത് നിന്ന് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, മകരവിളക്ക് തെളിയുന്ന മലയടക്കം കാണിച്ചു തന്നുകൊണ്ടുള്ള ഒരു വിവരണമായിരുന്നു സന്നിധാനത്ത് നിന്നും കണ്ടത്.